ജമ്മുകാശ്മീരിൽ 2 ഭീകരരെ വധിച്ച് സുരക്ഷാ സേന. ജമ്മുകാശ്മീരിൽ കുപ്വാര സെക്ടറിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 2 പാകിസ്ഥാൻ ഭീകരരെയാണ് വധിച്ചത്. ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഇവരുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, അതിർത്തിയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച പാക് ഭീകരരെയാണ് വധിച്ചിരിക്കുന്നത്. ഇപ്പോഴും പരിശോധന തുടരുകയാണോ മേഖലയിൽ? കെ.പി. ജമ്മുകശ്മീരിൽ കുപ്വാരയിൽ കേരൻ സെക്ടറിലാണ് നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്തുകൊണ്ട് സൈന്യം 2 ഭീകരരെ വധിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് നുഴഞ്ഞുകയറ്റ ശ്രമം ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് മണിക്കൂറുകൾ നീണ്ട വെടിവെപ്പ് പ്രദേശത്തുണ്ടായി എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ നിരീക്ഷണത്തിലാണ് നുഴഞ്ഞുകയറ്റ ശ്രമം ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് കനത്ത വെടിവെപ്പ് കേരൻ സെക്ടറിലുണ്ടായി. 2 ഭീകരരെ വധിച്ചിട്ടുണ്ട്. അത് പാകിസ്ഥാൻ സൈഡിൽ നിന്ന്, അതായത് നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ഭൂപ്രദേശത്ത് നിന്ന് ഭാരതത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച ഭീകരരെയാണ് സൈന്യം വളരെ കൃത്യമായി പ്രതിരോധിച്ചിട്ടുള്ളത്. 2 ഭീകരരെ വധിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു, പരിശോധന തുടരുന്നു എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതിശക്തമായിട്ടുള്ള നിരീക്ഷണം അതിർത്തി മേഖലയിൽ, പ്രത്യേകിച്ച് ജമ്മുകാശ്മീരിൽ സൈന്യം നടത്തുന്നുണ്ട്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ നേതൃത്വത്തിൽ സൈനികരെ വിന്യസിച്ചുകൊണ്ടും ഒപ്പം ഡ്രോൺ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും കർശനമായിട്ടുള്ള നിരീക്ഷണം നിയന്ത്രണ രേഖയിൽ നടത്തിവരികയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു 1.5 മാസത്തിനിടെ നിരവധി നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളാണ് സൈന്യം തകർത്തിട്ടുള്ളത്. ഇന്ന് രാവിലെ കേരൻ സെക്ടറിൽ, ജമ്മുകശ്മീരിൽ കുപ്വാരയിൽ കേരൻ സെക്ടറിൽ നിയന്ത്രണ രേഖയോട് ചേർന്ന പ്രദേശത്ത് ഭീകരവാദികളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ തുടർന്ന് സൈന്യം നടത്തിയിട്ടുള്ള വെടിവെപ്പിലാണ് 2 പാകിസ്ഥാൻ ഭീകരരെ വധിച്ചിട്ടുള്ളത്. പ്രദേശത്ത് പരിശോധന തുടരുകയാണ്. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.